സോ ഈ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് കറന്റിനെ കുറിച്ച് തന്നെയാണ്. എന്താണ് കറന്റ് എന്ന കണ്ടീഷൻ? That is the first and foremost condition that we have to learn here. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് എന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രോബബിലിറ്റി ഉള്ളത് നമ്മുടെ ബേസിക് കറന്റ് ഡെൻസിറ്റി, പിന്നെ ഓംസ് ലോ, റെസിസ്റ്റേഴ്സ്, അവരുടെ പാരലൽ സീരീസ്, സെൽസ് ഇൻ പാരലൽ ആൻഡ് സീരീസ്. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഒരു ചോദ്യം വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളത്. മറ്റൊരു ചോദ്യം വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അവിടെ നിന്ന് ഒരു ചോദ്യം വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ. പിന്നെ കിർച്ചോഫ്സ് ലോ ബേസ് ചെയ്താണ് മറ്റൊരു പ്രോബബിലിറ്റി ഉള്ളത്. കിർച്ചോഫ്സ് ലോ ആൻഡ് അതർ കണ്ടീഷൻസ് ബേസ് ചെയ്ത് മറ്റൊരു പ്രോബബിലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഇത്രയും പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ യെസ്, നമുക്ക് ആദ്യം കറന്റ് എന്ന് തുടങ്ങാം. വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റ് I എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? I is equal to Q by T. Or actually the time is very small here. അപ്പോൾ delta Q by delta T എന്ന് എഴുതിയിട്ട് ലിമിറ്റ് കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്തു പോവാം ടു ബി മോർ പ്രിസൈസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, I is defined as the rate of flow of charges dq by dt. ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതുന്നത് the same expression. സോ മക്കൾ ഇത് ഓർത്ത് വെക്കുക, the rate of flow of charges എന്നാണ് നമ്മൾ കറന്റിനെ പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതിയ ക്യൂ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ we can write I is equal to Q ന് പകരം NE എന്ന് എഴുതാം. സോ I is equal to NE by T എന്ന് എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതിയ കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കറന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻസ് ഒക്കെ പറയുമെങ്കിലും ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ബിക്കോസ് കറന്റ് ഡസ് നോട്ട് ഫോളോ വെക്റ്റർ അഡീഷൻ. ഓർത്ത് വെക്കണം, current does not follow vector addition. Vector additionsന്റെ ലോ കറന്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് കറന്റ് is a scalar quantity. അതുകൊണ്ടാണ് കറന്റ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. It is a scalar quantity because it doesn't follow the concept of vector addition. Current is a scalar quantity. Now കറന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയണം കറന്റ് ഡെൻസിറ്റിനെ കുറിച്ച്. കറന്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. J എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, കറന്റ് ഡെൻസിറ്റി J, and it is defined as I by A. The current flowing through a unit cross sectional area. ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ പോകുന്ന കറന്റ്, അതിനെയാണ് J എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ J വെക്റ്റർ ആകാനുള്ള കാരണം കറന്റ് വെക്റ്റർ അല്ല, കറന്റ് സ്കേലാർ ആണ്. A വെക്റ്റർ ആണ്. Yes, area is a vector. Area vector is a vector perpendicular to the surface area. മക്കളെ, സോ കറന്റ് ഡെൻസിറ്റിയിൽ A വെക്റ്റർ ആണ്, അതുകൊണ്ടാണ് കറന്റ് ഡെൻസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആകുന്നത്. യെസ്, സോ ദാറ്റ്സ് ദി നെക്സ്റ്റ് പോയിന്റ് ടു റിമെമ്പർ there. Current and current density. When you proceed further, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അതിന് എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് അറിയണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി
It is the average velocity attained between two successive collisions. രണ്ട് കൊളീഷൻസിന്റെ ഇടയിൽ ഒരു ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി, അതിനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, ഇറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അതായത് നമ്മൾ സാധാരണ ഒരു കണ്ടക്ടർ എടുത്തു, ഇവിടെ നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഒരു കണ്ടക്ടർ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഈ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പല റാൻഡം മോഷനിലാണ് ഈ ഇലക്ട്രോൺസ്. So when the electrons are moving randomly, ഇപ്പൊ നമ്മൾ റോഡിലൊക്കെ പല വണ്ടികൾ പോകുമ്പോൾ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ തന്നെ കൂട്ടിയിടിക്കുന്നു വണ്ടികൾ. അപ്പൊ പല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുമ്പോൾ വണ്ടിയൊക്കെ കൂട്ടിയിടിക്കും. So when the electrons are in random motion, they collide with each other. അവർ പരസ്പരം കൊളൈഡ് ചെയ്യും നമ്മുടെ ഇലക്ട്രോൺസ്, കാരണം അവരുടെ മോഷൻ റാൻഡം ആണ്. So there are high chances of collision in a random motion. അപ്പോൾ ഒരു വെലോസിറ്റിയുടെ കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, the electrons are moving so randomly and as a result they collide with each other and with the stationary ions and everything. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൊളീഷൻ ഇടയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ average velocity between two successive collisions. And the equation is minus EE tau by m. ഇവിടെ E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. നമുക്ക് അറിയാം എത്രയാണ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എത്രയാ? Tell me, what is the charge of the electron? ആർക്കറിയില്ലേ charge of the electron? minus 1.6 into 10 raised to minus 19. Very good. Charge of the electron is 1.6 into or minus 1.6 into 10 raised to minus 19. Already I have negative കൂടെ ഇട്ടിട്ടുണ്ട്. So 1.6 into 10 raised to minus 19 എന്ന് എടുത്താൽ മതി. Here E corresponds to the electric field. Because ഈ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ വരും, നമ്മൾ അപ്ലൈ ചെയ്യും. E is the electric field. ടോയിനെ വിളിക്കുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ്. സ്പെഷ്യലി നോട്ട് ചെയ്തോളാം. ടോ is known as relaxation time, and relaxation time എന്ന് പറഞ്ഞാൽ the time between two successive collision. ഇത് നമ്മുടെ ആവറേജ് ടൈം ആണ്. Time between two successive collision. അതാണ് ടോ എന്ന് പറയുന്നത്. ടോ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. Tau is equal to T1 plus T2 plus etc. till Tn divided by n. അതായത് T1, T2, T etc. till Tn എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ ഇലക്ട്രോണിനും ഡിഫറെന്റ് ടൈം ആണ്. രണ്ട് കൊളീഷൻ ഇടയിൽ ഓരോ ഇലക്ട്രോൺ എടുക്കുന്നതും ഡിഫറെന്റ് ടൈം ആണ്. കാരണം കൊളീഷൻ ഒരു എന്താ പറയാ ഒരു ചാൻസ് ഇവന്റ് ആണ്. എപ്പോഴാണ് കൊളൈഡ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പോ ഓരോ കൊളീഷൻ ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ T1, T2, T3 etc. till Tn എന്ന് എഴുതുന്നത്. ഓരോ കൊളീഷൻസിന്റെയും ഇടയിലുള്ള ടൈമാണ്. അപ്പൊ പല ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഫസ്റ്റ് ഇലക്ട്രോണിന് T1 ആണെങ്കിൽ സെക്കൻഡ് ഇലക്ട്രോണിന് T2 ആണ്. And m is corresponding to the mass of the electron. പിന്നെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി വേണമെങ്കിൽ ഇങ്ങനെ കൂടി എക്സ്പ്രസ് ചെയ്യാം. V1 plus V2 plus etc. till Vn, കാരണം ആവറേജ് വെലോസിറ്റി ആണല്ലോ, by n. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട മറ്റൊരു റിലേഷൻഷിപ്പ് ഫോഴ്സ് is equal to ma ആണെന്ന് നമുക്കറിയാം. ma is equal to qe ആണ് എന്ന് ഓർക്കണം. because F is equal to qe. അപ്പൊ ആക്സിലറേഷൻ is equal to qe by m ആണ്. ഇത് ഓർത്ത് വെക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. Now once you have the equation of drift velocity, നമ്മളിവിടെ മറ്റ് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ, പ്രൈമറി ഇക്വേഷൻസ് എന്ന് പറയുന്നത് one for current, and that is I is equal to NEAVD. This is actually a relationship between A for area, നമ്മുടെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, VD വീണ്ടും പറയുന്നില്ല ഡ്രിഫ്റ്റ് വെലോസിറ്റി, E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, ആൻഡ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്.
number density of electron. Number density of electron എന്ന് പറഞ്ഞാൽ small n is equal to number of electrons per unit volume. ഇതാണ് number density definition. Small n is number density of electron, which is the number of electrons per unit volume. Okay. ഇതുപോലെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേഷൻസ് ആണ് J equal to sigma E. J equal to sigma E. അപ്പൊ ഇതിനൊക്കെ ഡിറൈവ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇക്വേഷൻ ആണ് J equal to sigma E. അവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. This is known as മക്കളെ microscopic form of Ohm's law. Microscopic form of Ohm's law. കാരണം ഇവിടെ നിന്ന് Ohm's law കിട്ടും. Microscopic form of Ohm's law എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ I is equal to NeAVD. It's an important equation. മക്കൾ ഓർത്ത് വെക്കുക, നിരവധി വട്ടം എക്സാമിനേഷൻ വരും. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴും ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. I is equal to NeAVD. ഓക്കെ. ആൻഡ് സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്, which is number of electrons per unit volume. Okay. J equal to sigma E is a microscopic form of Ohm's law. ഓർത്ത് വെക്കുക. ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി. ആൻഡ് സിഗ്മ നമ്മൾ എഴുതുന്നത്, കണ്ടക്ടിവിറ്റി സിഗ്മ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിവിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം കണ്ടക്ടിവിറ്റി. സിഗ്മ ഇസ് ഈക്വൽ ടു 1 by rho ആണ്. സിഗ്മ ഈക്വൽ ടു 1 by rho ആണ്. അപ്പൊ നമ്മുടെ J is equal to sigma E എന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഓംസ് ലോയും കണ്ടുപിടിക്കാം. J എന്ന് വെച്ചാൽ I by A ആണ്, സിഗ്മ 1 by rho ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു, dV by dr, dV by dx എന്നൊക്കെ പറഞ്ഞ് സാർ പഠിപ്പിച്ചു പ്രോബ്ലം ചെയ്തപ്പോ. എന്നിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ബേസ് ചെയ്ത് നമുക്ക് എഴുതാം E എന്ന് പറഞ്ഞാൽ V by L ആണ്. When you rearrange it, V is equal to rho L by A into I എന്ന് വരും. Or this is equal to I R I. Ohm's law. V is equal to IR or V is equal to RI. This is our Ohm's law. അപ്പൊ സിഗ്മ എന്ന് പറഞ്ഞ മക്കളെ കണ്ടക്ടിവിറ്റി ആണ്. റോ എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. റോ ഈസ് എ റെസിസ്റ്റിവിറ്റി, സിഗ്മ ഈസ് എ കണ്ടക്ടിവിറ്റി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ റോ, ലെങ്ത് ആൻഡ് ഏരിയ. റെസിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ L മാറിയാൽ R മാറും, A മാറിയാൽ R മാറും, റോ മാറിയാൽ, മെറ്റീരിയൽ മാറിയാൽ R മാറും. ബിക്കോസ് റോ റെസിസ്റ്റിവിറ്റി ഇസ് എ ഫാക്ടർ which depends on material. അതുപോലെ സിഗ്മയും ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓക്കെ. വൺ മോർ തിങ്, റെസിസ്റ്റിവിറ്റി നമ്മൾ ജനറലി പറയുന്നു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. പക്ഷെ മെറ്റീരിയൽ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറും. മെറ്റീരിയൽ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറും. അപ്പൊ മെറ്റീരിയൽ മാറുമ്പോൾ നമ്മുടെ റെസിസ്റ്റിവിറ്റി മാറും. നമുക്ക് ഇങ്ങനെ എഴുതാം, അതുകൂടാതെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ എന്ന്. റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റോ 0 എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് യഥാർത്ഥത്തില്, ഓർ ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ആക്ച്വലി, ഓർ ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ആൻഡ് റോ ടി ഈസ് എ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ ടി. ഇത് വീണ്ടും സാർ എഴുതുന്നില്ല. Rho T is a resistivity at a temperature T. Alpha എഴുതി. Delta T is a change in temperature. Change in temperature. മക്കൾ ഓർക്കുക, റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ മാറുമ്പോൾ മാത്രമല്ല, ടെമ്പറേച്ചർ മാറുമ്പോഴും റെസിസ്റ്റിവിറ്റി മാറും. Similarly, the resistance also changes with respect to temperature. RT is equal to R0 into 1 plus alpha delta T. The resistance value also changes with respect to temperature. ഇവിടെ ആൽഫ എന്ന് വിളിക്കുന്നത് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്.
temperature coefficient of resistance. That is our alpha. Delta T change in temperature തന്നെ R0 എന്ന് പറഞ്ഞാൽ initial resistance അല്ലെങ്കിൽ resistance at 0 degree Celsius. Initial resistance അല്ലെങ്കിൽ resistance at 0 degree Celsius. RT എന്ന് വെച്ചാൽ it is a resistance at a temperature T. ഇപ്പൊ ഞാൻ പറയുന്ന ടെമ്പറേച്ചർ ഇനീഷ്യലി എത്ര ടെമ്പറേച്ചർ ആയിരുന്നു, ഞാൻ അവരുടെ ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവന്ന് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിയപ്പോ ആ ടി എന്താണ്, ആ ടെമ്പറേച്ചർ എന്താണ്, അതാണ് ആർ ടി. നമ്മൾ ഓർക്കുക, റെസിസ്റ്റിവിറ്റിയും അതുപോലെ റെസിസ്റ്റൻസും ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ ടെമ്പറേച്ചർ. Resistivity and resistance changes with respect to the temperature. Please remember that. It's very, very, very important. Okay. ഇത് വെച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ ഇനിയും വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ. നൗ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ മക്കൾ ഓർക്കേണ്ടത്, സപ്പോസ് ഐ ആം ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ. ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി എന്ന് വിചാരിച്ചു. If I'm increasing the temperature, എന്ത് പറ്റും മക്കളെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. കാരണം വാലൻസ് ഇലക്ട്രോൺസ് ഒക്കെ കൂടുതലായിട്ട് ഫ്രീ ആകും, അവര് റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോ എന്ത് പറ്റും അറിയോ, കൊളീഷൻ കൂടും. കൊളീഷൻ increases. Number of electron increases, then collision increases. When the collision increases, മക്കളെ, resistance increases. അപ്പൊ ഓർക്കുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോ ഒരു കണ്ടക്ടർ എടുക്കുമ്പോ, സാർ പറയുന്നു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോ ഒരു കണ്ടക്ടർ എടുക്കുമ്പോ, കണ്ടക്ടറിന്റെ കാര്യം പറയണ ഞാൻ, ഒരു കണ്ടക്ടർ എടുക്കുമ്പോ കൊളീഷൻ അവിടെ കൂടും. കൊളീഷൻ അവിടെ കൂടും. കൊളീഷൻ കൂടുമ്പോ റെസിസ്റ്റൻസും കൂടും. That is the logic. So the temperature is increasing, number of electron is increasing, collision is increasing, and correspondingly the resistance also increases. Okay, ഇതാണ് നമ്മുടെ അവിടെ വരുന്ന ലോജിക്. ഓക്കെ. സോ മക്കൾ ഓർത്തിരിക്കുക, ഈ ഒരു കൺസെപ്റ്റ് ഇത് പ്രീവിയസ്ലി എക്സാമിന് വന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊന്ന് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആണ്. റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എൻ ടു എൻ കണക്ഷൻ ആണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഇത് R1, ഇത് R2 ആണെന്ന് വിചാരിക്കാം. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ കറന്റ് വിൽ ബി ദ സെയിം ത്രൂ ഔട്ട് ബോത്ത് ദ റെസിസ്റ്റേഴ്സ്. സോ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, R series is equal to R1 plus R2 plus etc till Rn. എത്ര ഉണ്ടോ അത്രയും. എല്ലാവരും ഐഡന്റിക്കൽ ആണെന്ന് വിചാരിച്ചോ, R1 equal to R2 equal to R ആണെന്ന് വിചാരിച്ചോ, then we'll write R series is equal to N times R. If everyone is in series and everyone is identical, everyone are എല്ലാവരും ഐഡന്റിക്കൽ ആണെങ്കിൽ that would be the condition. ഇനി റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴോ, റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മക്കളെ എക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത്. രണ്ട് ടെർമിനൽസ് നോക്കിക്കേ, ഈ രണ്ട് പോയിന്റ്സും കോമൺ ആണ് രണ്ടു പേർക്കും. അപ്പൊ രണ്ട് ടെർമിനൽസ് രണ്ടു പേർക്കും കോമൺ ആകുന്ന രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. രണ്ട് ടെർമിനൽസും രണ്ടു പേർക്കും കോമൺ ആകുന്ന രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവിടെ മക്കളെ വോൾട്ടേജ് വിൽ ബി ദ സെയിം. വോൾട്ടേജ് സെയിം ആയിരിക്കും ഇവിടെ. ഇത് R1 ആണ്, ഇത് R2 ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും, 1/R is equal to 1/R1 plus 1/R2 plus etc till 1/Rn. Cross multiply and simplify ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, R parallel is equal to R1. രണ്ടെണ്ണേ ഉള്ളൂവെങ്കിൽ നമുക്ക് R1 R2 by R1 plus R2 എന്ന് എഴുതാം. ഇനി എല്ലാവരും ഐഡന്റിക്കൽ ആണെങ്കിലോ, if everyone is identical, R1 equal to R2 equal to R3 equal to R. If everyone is identical, we can write R parallel is equal to R by N. R parallel. So R series ആണെങ്കിൽ N times R parallel ആണെങ്കിൽ R by N. Another previous year question മക്കളെ,
ആർ എസ് ബൈ ആർ എന്നിന്റെ ആർ പിയുടെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. That is nr by r by n, or that is equal to n square. That's a previous year question. rs by r ന്റെ റേഷ്യോ അല്ലെങ്കിൽ ആർ പിയുടെ റേഷ്യോ അല്ലെങ്കിൽ ആർ പി ബൈ ആർ എസ് ന്റെ റേഷ്യോ. That was a previous year question. Resistors in series and in parallel ആണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. എന്നാലേ ഇതിന്റെ ഐഡിയ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ മനസ്സിൽ കിടക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കുറെ അധികം പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഈ ഐഡിയ ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. സോ റിമെമ്പർ ടു പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റ്യൻസ്. സാർ കുറച്ച് സ്പെസിഫിക് റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻസ് സോൾവ് ചെയ്ത ഒരു വീഡിയോ സാർ അയച്ചു തരും. അത് മക്കള് ഒന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് കണ്ട് അത് പഠിക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ചെറിയ ബ്രേക്ക് എടുത്ത് ഫുഡ് അടിച്ചിട്ട് അത് ഒന്ന് പഠിക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ഐ ആം ടെല്ലിങ് യു. ഓക്കെ, പല പല കോമ്പറ്റീഷൻസിന്റെ ഒരു ഇത് അയച്ചു തരാം സാർ. ഇനിയും റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓംസ് ലോവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. V is equal to IR. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഡിവൈസസും ഓംസ് ലോ ഒബേ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നോൺ ഓമിക് ഡിവൈസസും ഉണ്ട്. നോൺ ഓമിക് ഡിവൈസസ്, വിച്ച് മീൻസ് ഓംസ് ലോവിന് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓംസ് ലോവിന്റെ ഗ്രാഫ് ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ വിത്ത് മൈ എക്സ് ആൻഡ് വൈ ആക്സിസ് VI നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടിപ്പിക്കലി ലൈക്ക് ദിസ്. പക്ഷെ യഥാർത്ഥത്തില് അവിടെ ഒരു ബെൻഡിങ് സംഭവിക്കും ഗ്രാഫിൽ. ശരിക്കും നേരെ പോകണമായിരുന്നു, ബിക്കോസ് V is proportional to I എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഡീവിയേഷൻ ഹാപ്പൻസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. ഇത് എപ്പോഴും എന്തല്ല, ഈ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. സംടൈംസ് there is a deviation. That is one limitation. മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, സപ്പോസ് 2 വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് 1 ആംപിയർ ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ വോൾട്ടേജിനെ റിവേഴ്സ് ചെയ്തു, അതായത് -2 വോൾട്ട് ആക്കി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് 1 ആംപിയർ -1 ആംപിയർ അല്ല. ദാറ്റ് ഇസ് ദ ലിമിറ്റേഷൻ. അതായത് ഈവൻ ഇഫ് ഐ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഞാനിവിടെ എന്ത് മാറ്റിയില്ല? മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ, വാല്യൂ മാറ്റാതെ, if I'm changing the reverse or changing the direction or making it opposite, it is observed that the current is not correspondingly made opposite. അതായത് 2 വോൾട്ടും 1 ആംപിയറും ആയിരുന്നു. 2 വോൾട്ടിന് ഞാൻ -2 വോൾട്ട് ആക്കിയപ്പോ അവിടെ വരുന്ന കറന്റ് -1 ആംപിയർ അല്ല. അവിടെയും ഒരു ലിമിറ്റേഷൻ ഇഷ്യൂ വന്നു. മറ്റൊന്ന്, there are more than one value for the current. നമ്മളിപ്പോ VI ഗ്രാഫ് നമ്മൾ IV ആണ് ഇപ്പൊ വരച്ചത്. നമുക്ക് VI ഞാൻ ഇങ്ങനെ വരച്ചു. നമ്മൾ ടിപ്പിക്കലി നമ്മൾ V X ആക്സിസിലും I ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ദിസ് ഗ്രാഫ് ബിക്കംസ് കറക്റ്റ് ഓൺലി വെൻ V is marked over here, I is marked over here. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ഫോർ ദ വോൾട്ടേജ് എപ്പോഴും യുണീക്ക് അല്ല, അല്ലെങ്കിൽ വാല്യൂ ഫോർ ദി കറന്റ് എപ്പോഴും യുണീക്ക് അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് there may be more different values for the current happening. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഒരു യുണീക്ക് അല്ല. The relationship between V and I is not unique. 3 ലിമിറ്റേഷൻസ് ആണ്. V ceases to be proportional to I. എപ്പോഴും പ്രൊപ്പോർഷണൽ ആവണമെന്നില്ല ഫുള്ളി പെർഫെക്റ്റ് ആയിട്ട്. Then ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കറന്റ് ഉണ്ട്. പക്ഷെ when I'm reversing the voltage, we are not getting the same current in the opposite direction. Then the relationship between V and I is not unique. There are more than one value corresponding to a given particular voltage, and there are more than one value of current obtainable. Okay, so ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ നോൺ ഓമിക് ഡിവൈസസിനെ അവിടെ പറയുന്നത്. അപ്പൊ എനിവേ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ കഴിഞ്ഞ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് മൊബിലിറ്റിനെ കുറിച്ചാണ്. മൊബിലിറ്റി ഇത് എക്സാമിനേഷന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. മൊബിലിറ്റി മ്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യും. VD by E ആണ് നമ്മുടെ ഫോർമുല. ഇറ്റ്സ് ആക്ച്വലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ദി ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, -EE tau by m ആണ്. You take the magnitude, this is what you get by E. So that will be E tau by m എന്നാണ് മക്കളെ കിട്ടുന്നത്. The equation for mobility. Remember this and remember this.
VD by E ആണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. യെസ്. ഇനി റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിംഗ് ഒക്കെ നമുക്ക് അറിയാമെന്ന് സാർ വിശ്വസിക്കുന്നു. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് അത് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കളർ കോഡിംഗ് അറിയാത്തവർക്ക് അതിന്റെ ഒരു കറസ്പോണ്ടിങ് സെക്ഷൻസ് ആർ അയച്ചു തരാം. സോ ഗോ ത്രൂ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കളർ കോഡിംഗ് പ്രോപ്പർലി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു പോവാം. കളർ കോഡിംഗ് BBROY, Great Britain had a very good wife. 0 1 2 3 4 5 6 7 8 9 10 raised to 0, 10 raised to 1, 10 raised to 2, 10 raised to 3, 10 raised to 4, 10 raised to 5, 10 raised to 6, 10 raised to 7, 10 raised to 8, 10 raised to 9. മക്കളെ, B for black, blacky brown, R for red, O for orange, Y for yellow, Great Britain, green, blue, violet, grey, വൈറ്റ്. ഇത് പറയുന്നത് എങ്ങനെയാണ്? BB റോയ്. ഞാൻ പറയുന്നത് ബ്ലാക്കി ബ്രൗൺ റോയ് എന്നാണ്. എനിക്ക് BB മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്കി ബ്രൗൺ റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോ ഒരു റെസിസ്റ്റർ എനിക്ക് തന്നു. ഈ റെസിസ്റ്ററിന് 4 റിങ് അല്ലെങ്കിൽ 3 റിങ് ആണ് ഉണ്ടാകുക. 1 2 3 4. ചിലപ്പോൾ 3 റിങ് ഉണ്ടാവത്തുള്ളൂ. ഫസ്റ്റ് 2 റിങ്ങും gives the first 2 significant figures. ആദ്യത്തെ 2 significant figures തരുന്നതാണ് ആദ്യത്തെ 2 റിങ്. significant figures. മൂന്നാമത്തെ റിങ് എന്ന് പറഞ്ഞാൽ it gives you the multiplier. It gives you the multiplier. നാലാമത്തെ റിങ് gives you the tolerance. ആദ്യത്തെ 2 significant figure തരും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആദ്യത്തെ 4 റിങ്സ് ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക് ആണ്, ഇത് ബ്ലാക്ക് ആണ്, ഇത് റെഡ് ആണ്, ഇത് ഫോർത്ത് റിംഗ് ടോളറൻസ് റിംഗിന് 3 കളർ വരാം. ഒന്നല്ലെങ്കിൽ റിംഗ് അവിടെ ഉണ്ടാകില്ല, ദാറ്റ് ഇസ് നോൺ ആസ് നോ കളർ. റിംഗ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ നോ കളർ എന്നാണ് എടുക്കുന്നത്. നോ കളർ ആണെങ്കിൽ ±20% ആണ് ടോളറൻസ്. പിന്നെ നമുക്കുള്ളത് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ആണെങ്കിൽ ±5% ആണ് ടോളറൻസ്. സിൽവർ ഉണ്ട്. സിൽവർ ആണെങ്കിൽ ±10% ആണ് ടോളറൻസ്. ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിവൈസ് 10 ഓമിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ അത് കൃത്യം ഒരു പ്രശ്നമുണ്ട്. കറക്റ്റ് 10 ഓമിലെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടോളറൻസ് ലെവൽ ഇടും. അതായത് 8 ഓം മുതൽ 12 ഓം വരെ ദ ഡിവൈസ് ക്യാൻ ഓപ്പറേറ്റ് വിത്തൗട്ട് എനി ഫെയിലിയർ. അപ്പൊ ഒരു ഡിവൈസിന്റെ റെസിസ്റ്റൻസ് 10 ഓം ആണെങ്കിൽ ഞാൻ എന്തിടും? ഒരു ടോളറൻസ് ഇടും. 8 ഓം മുതൽ 12 ഓം വരെ ദ ഡിവൈസ് ക്യാൻ ആക്ട് ഓക്കെ ആയിട്ട് ഡിവൈസിനെ ആക്ട് ചെയ്യാൻ പറ്റും, ബിഹേവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ടോളറൻസ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടോളറേറ്റ് ചെയ്യുന്ന ലെവൽ. ഇപ്പൊ നമ്മൾ ആരും നമ്മളോട് ബഹളം ഉണ്ടാക്കുമ്പോൾ, നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, അതാണ് ടോളറൻസ് ബേസിക്കലി. അപ്പൊ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇതിടും, ഞാൻ എക്സ്ട്രാ ഇടും. ബിക്കോസ് മൈ റെസിസ്റ്റൻസ് കൂടിയോ കുറഞ്ഞോ എന്നാലും എനിക്ക് അഡ്ജസ്റ്റഡ് ആവണം. എന്റെ സർക്യൂട്ടിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് ഒന്നും പറ്റരുത്. അതിനു വേണ്ടിയാണ് എക്സ്ട്രാ ടോളറൻസ് ലെവൽ ഇടുന്നത്. അപ്പൊ ഇത് ഞാൻ ഗോൾഡ് എന്ന് എടുത്തു. ഓക്കെ, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആണെങ്കിൽ റിംഗ് ഉണ്ടാകും. നോ കളർ ആണെങ്കിൽ, അതായത് റിംഗ് ഉണ്ടാവില്ല, 3ാമത് റിംഗ് ഇല്ലെങ്കിൽ 4ാമത് റിംഗ് ഇല്ലെങ്കിൽ അത് നോ കളർ എന്നാണ് എടുക്കുക. അപ്പൊ ആദ്യം നമുക്കിവിടെ ബ്ലൂ ആണ് വരുന്നത്. ബ്ലൂവിന്റെ നിങ്ങൾ നോക്കുക ടേബിളിൽ നിന്ന്. ബ്ലാക്കി ബ്രൗൺ, ബ്ലൂ ഇസ് ഹിയർ. 6 ആണ് ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ബ്ലാക്കിന് കറസ്പോണ്ടിങ് ബ്ലാക്കി ബ്രൗൺ, ബ്ലാക്കിന് 0 ആണ്. ഇൻടു, അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 റിംഗ്സ് നമുക്ക് എന്ത് തരും? The first 2 rings gives you the first 2 significant figures. ആദ്യത്തെ 2 റിംഗ്, ആദ്യത്തെ 2 significant figures നമുക്ക് തന്നു. 3ാമത്തെ റിംഗ് gives you the multiplier. അതാണ് സാറി 10 raised to എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. റെഡ് കളർ ആണ്. റെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 10 raised to 2 ആണ്. സോ ഇൻടു 10 raised to 2. ഗോൾഡ് കളർ ആണ്. സോ ടോളറൻസ് ±5%. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്.
അപ്പൊ ബ്ലാക്കിന്റെ നോക്കുക, ബ്ലൂവിന്റെ നോക്കി, പിന്നെ ബ്ലാക്കിന്റെ എഴുതി. അത് രണ്ടുമാണ് ആദ്യത്തെ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. മൂന്നാമത്തെ റിംഗ് നോക്കി റെഡ്, അവനാണ് മൾട്ടിപ്ലയർ. നാലാമത്തെ റിംഗ് നോക്കി ഗോൾഡ്, അതാണ് ടോളറൻസ്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഈവൻ ഫോർ ജെഇ മെയിൻസ് ലെവൽ ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 16 to 10 raised to 2 plus or minus 5%. Okay, that's how you write it. ഇനി നമുക്ക് അടുത്ത ഒരു കണ്ടീഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എഴുതിയത് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന ടോപ്പിക് ആണ് നമ്മൾ കവർ ചെയ്തത്. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. കോഡിംഗ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് യു ഗോയിങ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾ, നിങ്ങൾ ലാബിലൊക്കെ പോകുമ്പോൾ ഈ സംഭവം ഇല്ലാതെ നിങ്ങൾ പെട്ടുപോകും. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് റെസിസ്റ്റേഴ്സും സീരീസും പാരലലും പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ ബാക്കി വാല്യൂസ് പറഞ്ഞു. സെൽസ്, സെല്ലിനെ കുറിച്ച്. സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത്, ഒരു സെൽ എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോലൈറ്റിലാണ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. Electrode is there. Two electrodes are there. Then there is an electrolyte. പോസിറ്റീവ് അയോൺസ് എല്ലാം വന്ന് ഡെപ്പോസിറ്റഡ് ആവുന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. നെഗറ്റീവ് അയോൺസ് എല്ലാം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കാരണം വന്ന് ഡെപ്പോസിറ്റ് ആവുന്ന അയോണിനെ നമ്മൾ വിളിക്കും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇപ്പൊ രണ്ട് ടെർമിനൽസ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ടെർമിനൽ, മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനൽ. There are two terminals for the battery. One is a positive terminal and the other is a negative terminal. ഈ സെല്ല് ഞാൻ എടുക്കുമ്പോൾ സെല്ലിന്റെ രണ്ട് കണ്ടീഷൻസ് പറയണം. പക്ഷെ രണ്ട് കണ്ടീഷൻസ് പറയാൻ വേണ്ടി എനിക്ക് സ്മോൾ ആർ എന്നൊരു ടേം ഡിഫൈൻ ചെയ്യണം. അവനെ വിളിക്കുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ ഇലക്ട്രോഡും ഈ സെല്ലിന്റെ ഇലക്ട്രോലൈറ്റും ഇവരൊക്കെ തമ്മില് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രസൻസ് കാരണം നമ്മള് പോലും അറിയാതെ നമ്മള് വേണമെന്ന് വെക്കാതെ അവിടെ ഉണ്ടായി വരുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ല അത്. ഈ സെല്ലിന്റെ ഇലക്ട്രോലൈറ്റും ആ ഇലക്ട്രോഡിന്റെ ഏരിയ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ അവനെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് വിളിക്കും. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇറ്റ് കംസ് ദർ, അവനോട് വരുന്നു ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റിൽ വരുന്ന റെസിസ്റ്റൻസും അങ്ങനെയെല്ലാം കാരണം. സ്മോൾ ആർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ചെറിയ വാല്യൂ ആണ്, വലിയ വാല്യൂ ഒന്നും അല്ല, ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് സെല്ലിന് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ഡിസ്ചാർജിങ്, മറ്റത് ചാർജിങ്. If it is a discharging of a cell that is happening, we can write V is equal to the voltage across the cell will be E minus IR. മക്കളെ ഇവിടെ E എന്ന് പറഞ്ഞാൽ it is the EMF of the cell. EMF of the cell എന്ന് വെച്ചാൽ ഒരു സെല്ലിനെ ഞാനൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ്, I repeat, ഒരു സെല്ലിനെ ഞാനൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അവന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കിയാൽ എനിക്ക് കിട്ടുന്നതാണ് EMF. It is known as the open circuit voltage of a cell. ഒരു സെല്ലിനെ ഞാനൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അവന്റെ ടെർമിനൽസിനെ ക്രോസ് വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കിയാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? EMF അല്ലെങ്കിൽ E എന്ന് പറയുന്ന വാല്യൂ. ഡിസ്ചാർജിങ് ആണെങ്കിൽ ദ വോൾട്ടേജ്. അപ്പോൾ ഡിസ്ചാർജിങ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയുന്നത്? It is after once it is connected across a cell. ഈ സെല്ലിനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്തതിനു ശേഷമാണ് V എന്ന ടെർമിനൽ വോൾട്ടേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജിങ് കണ്ടീഷൻ ആണെങ്കിൽ ഈ മൈനസ് IR ആണ്. സെല്ല് ചാർജിങ് കണ്ടീഷൻ ആണെങ്കിൽ, ഡിസ്ചാർജിങ് ആണെങ്കിൽ മക്കളെ ഈ ബാറ്ററിയുടെ അകത്തുനിന്ന് കറണ്ട് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഔട്ട് ഓഫ് ദിസ് ബാറ്ററി. ചാർജിങ് കണ്ടീഷൻ ആണെങ്കിൽ മക്കളെ ഈ ബാറ്ററിയുടെ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത് ചാർജിങ്ങില്. സോ നമുക്ക് പറയാം V is equal to E plus IR ആണ്. കാരണം ഇവിടെ വന്ന ഡയറക്ഷൻ അല്ല ഇവിടെ വന്ന ഡയറക്ഷൻ നേരെ തിരിഞ്ഞു. സോ ചാർജിങ് ആണെങ്കിൽ ഈ സെല്ലിന്റെ അക്രോസ് ഉള്ള ഒരു ഇന്റേണൽ ഉണ്ട് കേട്ടോ സെല്ലിന്. അപ്പൊ ഈ സെല്ലിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് വിൽ ബി ഹൈ ഇഫ് ഇറ്റ് ഇസ് ചാർജിങ്.
ഡിസ്ചാർജിങ് ആണെങ്കിൽ ഈ സെല്ലിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ സെൽ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വെച്ച് പരീക്ഷ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ സെല്ലിന്റെ കണ്ടീഷൻസ് ബേസ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മക്കൾ അത് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അത് മറന്നു കളയാനുള്ള ഒരു സംഭവമല്ല, ഓർത്തിരുന്ന് പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ല് നമ്മൾ റെസിസ്റ്റേഴ്സ് സീരീസും പാരലും വെച്ചത് കണ്ടു. റെസിസ്റ്റേഴ്സ് സീരീസും പാരലും വെക്കുന്നത് പോലെ ഈ സെൽസും നമുക്ക് സീരീസ് ആൻഡ് പാരലൽ വെക്കാം. സെല്ല് സീരീസ് ആൻഡ് പാരലൽ വെക്കുമ്പോൾ വാട്ട് വുഡ് ബി ദ കണ്ടീഷൻ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെല്ല് സീരീസ് ആൻഡ് പാരലൽ വെക്കുമ്പോൾ മക്കളെ ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഓംസ് ലോ നമ്മൾ വരയ്ക്കുമ്പോൾ വി ആൻഡ് ഐ, വി വേഴ്സസ് ഐ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡീവിയേഷൻ വരാമെന്ന്. അപ്പൊ ഇവിടെ ഒരു പോയിന്റിൽ വരുന്ന സ്ലോപ്പ് ഉണ്ടല്ലോ തീറ്റ, ടാൻ തീറ്റയാണ് കേട്ടോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വി ബൈ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ഫൈൻ, ഒന്ന് ഓർത്ത് വെച്ചോളാം. The slope at a particular point will give you the resistance of that device. V by I. I versus V വേണ്ട, I versus V അല്ല, V by I. പിന്നെ ഓർക്കുക, ഒരു സെയിം വോൾട്ടേജില് ഞാൻ പറഞ്ഞു the current, the relationship between voltage and current is not unique. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെയൊക്കെ ഫിഗർ വന്നു കഴിഞ്ഞാൽ സെയിം വോൾട്ടേജ് വരുമ്പോൾ രണ്ട് കറന്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് ആൻഡ് കറന്റ് റിലേഷൻഷിപ്പ് നോട്ട് യൂണീക്ക് ആണ്. ഫൈൻ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്ലോപ്പ് തന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സ്ലോപ്പ് തന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ദിസ് കണ്ടീഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നൗ അടുത്തത് സെൽസ് ഇൻ സീരീസ് ആൻഡ് സെൽസ് ഇൻ പാരലൽ കണ്ടീഷൻ. സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് സാർ കാണിച്ചു തരാം. സെൽസ് ഇൻ സീരീസ്. സോ സെൽസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് സെൽസ് എടുക്കുന്നു, E1 ആൻഡ് E2, ആൻഡ് ദേ ആർ ഗോണ ബി കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ദാറ്റ്സ് വൺ മെത്തേഡ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇവന്റെ EMF E1, ഇവന്റെ EMF E2 സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ഈ സീരീസ് വിൽ ബി ഈക്വൽ ടു E1 പ്ലസ് E2. ഓർക്കുക, ഈ രണ്ടു പേർക്കും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവര് പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ ഉണ്ടായി വരുന്ന ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ അറിയാതല്ല, നമുക്കറിയാം. നമ്മളത് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ആർ ഈക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് തന്നെയാണ് വരുന്നത്, R1 പ്ലസ് R2. ഓക്കെ, അപ്പൊ ഈ സീരീസ് കുറെ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. NE എല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി സെൽസ് ഇൻ പാരലൽ. സെൽസ് ഇൻ പാരലൽ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ കറന്റിന്റെ കണ്ടീഷൻ ഒക്കെ നമുക്ക് എഴുതാം കേട്ടോ. I is equal to V by R. അപ്പോ ES by R ഈക്വൽ ചെയ്താൽ മതി, നമുക്ക് വാല്യൂ കിട്ടും. സെൽസ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ മക്കളെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്യണം, ഇങ്ങനെയല്ല. രണ്ട് ടെർമിനൽസ് അവർക്ക് കോമൺ ആയിരിക്കും. They will have common terminals. ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, മക്കളെ ഒരു കാര്യം കൂടി. ഫസ്റ്റ് കേസിൽ സെൽസ് ഇൻ സീരീസ് പറഞ്ഞ കേസിൽ ഈ ബാറ്ററി ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്താൽ, രണ്ടുപേരുടെ നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്താൽ ഈ സീരീസ് എന്ന് പറയുന്നത് E1 മൈനസ് E2 ആയിരിക്കും. വിച്ച് എവർ ഇസ് ഗ്രേറ്റർ, E1 ആണ് ഗ്രേറ്റർ എങ്കിൽ E1 മൈനസ് E2, E2 ആണ് ഗ്രേറ്റർ എങ്കിൽ E2 മൈനസ് E1 കേട്ടോ. ഓർ ഇങ്ങനെ കണക്ട് ചെയ്താലും സെയിം കണ്ടീഷൻ, ഇങ്ങനെ കണക്ട് ചെയ്താലും സെയിം. അപ്പൊ സെയിം ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്താൽ മൈനസ് ആയിരിക്കും ഫലം. സെൽസ് ഇൻ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈക്വലന്റ് EMF നമുക്ക് മെൻഷൻ ചെയ്യണം. ഹിയർ ദ ഈക്വലന്റ് EMF വിൽ ബി കറസ്പോണ്ടിങ് ടു, പാരലൽ ആണ്, ചിലപ്പോൾ എല്ലാം ഐഡന്റിക്കൽ ആകാം, ചിലപ്പോൾ ഐഡന്റിക്കൽ അല്ലാതിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്ന ജനറൽ ഫോർമുല ഇതാണ്. E by E parallel, E equivalent by R equivalent is equal to E1 by R1 plus E2 by R2 plus E3 by R3. ഇതാണ് നമ്മൾ എഴുതുന്ന നമ്മുടെ ഫോർമുല. E1 by R1 plus E2 by R2 plus E3 by R3 plus etc till
En by Rn. അപ്പോ ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല ഫോർ ദ പാരലൽ കോമ്പിനേഷൻ. ഇതാണ് ജനറൽ ഫോർമുല. രണ്ടെണ്ണേ ഉള്ളുവെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് E1 ഇത് E2. സോ E will be equal to ഇത് R1 ഇത് R2. So E1 R2 minus E2 R1 divided by R1 plus R2. Okay. രണ്ടെണ്ണേ ഉള്ളുവെങ്കിൽ നമുക്ക് ഇത്രയും എഴുതിയാൽ മതി ഇഎംഎഫിന്റെ ഫോർമുല. അതുപോലെ റെസിസ്റ്റേഴ്സ് രണ്ടുപേരും പാരലൽ ആയതുകൊണ്ട് R equivalent is equal to R1 R2 divided by R1 plus R2. That's it. Okay. അപ്പോൾ യുടെ ഫോർമുലയാണ് നമ്മൾ എഴുതിയത്. E1 R2 minus E2 R1. അത് ഡിപ്പെൻസ് ഓൺ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. E1 ആണോ E2 ആണോ ഗ്രേറ്റർ അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ഫോർമുല എഴുതുക കേട്ടോ. വിച്ച് എവർ ഇസ് ഗ്രേറ്റർ അതനുസരിച്ച് നമ്മൾ ആ ഫോർമുല റീറൈറ്റ് ചെയ്യും. ഓക്കെ. സോ ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ കണക്ഷൻ ഒന്ന് മാറ്റി കണക്ട് ചെയ്യാൻ പറ്റും. ഈ കണക്ഷൻ ഒന്ന് നേരെ റിവേഴ്സ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും, സീരീസിൽ മാത്രമല്ല പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ കണക്ഷൻ ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. അതായത് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഇത് പ്ലസ് ആണ് കേട്ടോ. ദിസ് വിൽ ബി പ്ലസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മൈനസ്, ഇറ്റ്സ് പ്ലസ്. മൈനസ് വരുന്നത് ഈ ഒരു കേസിലാണ് മക്കളെ. ഇതാണ് മൈനസ് വരുന്ന കേസ്. ഇവിടെ കണക്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ E എന്ന് പറയുമ്പോ E1 R2 മൈനസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഫസ്റ്റ് കേസിൽ സൈനിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഒരേ നേച്ചറിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ആണ് വരേണ്ടത്. പ്ലീസ് നോട്ട്, സാർ അവിടെ ആദ്യം മൈനസ് ആണ് എഴുതിയത്. മൈനസ് അല്ല വരേണ്ടത്, പ്ലസ് ആണ് വരേണ്ടത് മക്കളെ. പ്ലീസ് നോട്ട്, ഇവിടെ പ്ലസ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ പ്ലസ് ആണ്, പക്ഷെ ഇവിടെ മൈനസ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ അത് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താൽ അത് നെഗറ്റീവ് ആയിട്ട് മാറും. സോ E is equal to E1 R2 minus E2 R1 by R1 plus R2. That is the condition. Okay, മനസ്സിലാവുന്നുണ്ടോ? Say yes or no. Yes sir. Yes, sir. Yes, sir. Yes sir. Yes, sir. അടുത്തത് മക്കളെ കിർച്ചോഫ്സ് ലോയാണ്. കിർച്ചോഫ്സ് ലോ എന്ന് പറയുമ്പോൾ ദ കണ്ടീഷൻ ഓഫ് കിർച്ചോഫ്സ് ലോ ഇസ്, രണ്ട് ലോ ആണുള്ളത്. ഒന്ന് ജംഗ്ഷൻ റൂള്, പിന്നെ ഒന്ന് ലൂപ്പ് റൂള്. പെട്ടെന്ന് സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോവാം. കിർച്ചോഫ്സ് ലോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ സാർ പിന്നീട് പറഞ്ഞുതരാം. കിർച്ചോഫ്സ് ലോ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കുള്ളത് ജംഗ്ഷൻ റൂൾ ആണ്. ജംഗ്ഷൻ റൂൾ. According to the concept of junction rule, sum of currents entering a junction will be equal to the sum of currents leaving the junction. അതായത് ഇവിടെ I1 വന്നു, ഇവിടെ I2 വന്നു, ഇത് I3 ആണ്, ഇവിടെ I4 ആണ്. സോ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് മൈ ജംഗ്ഷൻ. ഞാൻ ഇവിടെ ഒരു I5 കൂടി വരച്ചു. Sum of currents entering a junction is equal to sum of currents leaving the junction. ഇവിടെ I1 ഉം I5 ആണ്. Entering the junction, leaving the I2, I3 and I4. So the sum of currents entering a junction is equal to the sum of currents leaving the junction. അതാണ് നമ്മൾ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. Sum of currents entering a junction equal to sum of currents leaving the junction. ഇനി നമുക്കുള്ളത് മറ്റൊരു റൂള്, ജംഗ്ഷൻ റൂളാണ് ഇപ്പൊ പറഞ്ഞത്. ജംഗ്ഷൻ റൂള് കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു റൂള് വരുന്നത് കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്നൊക്കെ പറയും. ശ്രദ്ധിക്കുക, ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ മക്കളെ ദ ഐഡിയ ഇസ് വെരി സിമ്പിൾ. അത്ര സിമ്പിൾ അല്ല, ശ്രദ്ധിച്ചൊന്ന് നോക്കിയ എക്സാമ്പിൾ പറഞ്ഞ് സാർ കാണിച്ചു തരാം. ദാറ്റ്സ് ബെറ്റർ. ലൂപ്പ് റൂൾ പറയുന്നത് അറൌണ്ട് എ കംപ്ലീറ്റ് ലൂപ്പ് ദ വോൾട്ടേജ് വിൽ ബി 0. നമ്മളൊരു കംപ്ലീറ്റ് ലൂപ്പിന്റെ അക്രോസ് പോകുമ്പോൾ ആ കംപ്ലീറ്റ് ലൂപ്പിന്റെ അക്രോസ് വോൾട്ടേജ് 0 ആണ്. അതാണ് എന്റെ ലൂപ്പ് റൂൾ. സോ അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ലൂപ്പ് റൂൾ, അറൌണ്ട് എ ക്ലോസ് ലൂപ്പ് ദ വോൾട്ടേജ് വിൽ ബി 0. അപ്പൊ ഞാനൊരു ലൂപ്പ് എടുക്കാൻ പോവാണ്. കുറെ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ലൂപ്പ് എടുക്കാം. നമുക്ക് കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ട്. This is the loop I am taking. Okay.
ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇവർ പറയുന്നത് ദ വോൾട്ടേജ് അക്രോസ് ഓൾ ദി എലമെന്റ്സ് ഇൻ ദിസ് ലൂപ്പ് സീറോ. എല്ലാ എലമെന്റ്സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ എന്നാണ് ക്രിച്ച്ഹോഫ്സ് ലൂപ്പ് റൂൾ പറയുന്നത്. ദ വോൾട്ടേജ് അക്രോസ് ഓൾ ദി എലമെന്റ്സ് ഇൻ എ ലൂപ്പ് സീറോ. ഇപ്പൊ ലൂപ്പ് റൂൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു കറന്റ് ഡയറക്ഷൻ ആദ്യം വേണം. സാർ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം ഒരു കറന്റ് ഡയറക്ഷൻ വേണം. എന്റെ കറന്റ് ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു, കാരണം രണ്ട് സെല്ല് ഈ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ആൻഡ് റിമെമ്പർ, കറന്റ് എടുക്കുമ്പോൾ കറന്റ് വരയ്ക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന രീതിയിലാണ് കറന്റ് വരയ്ക്കുക. ഡിസ്ചാർജിങ്ങിന്റെ കേസാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന രീതിയിലാണ് കറന്റ് വരയ്ക്കുക. ഓക്കെ മക്കളെ, ഇവിടെ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു ലൂപ്പാണ്. ഈ ലൂപ്പ് എനിക്ക് ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കാം. എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. ഇനി സാർ പറയാൻ പോകുന്ന കൺവെൻഷൻ ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ എടുക്കുന്ന ലൂപ്പിന്റെ ഡയറക്ഷനും സർക്യൂട്ടിൽ ഓൾറെഡി ഉള്ള കറന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇഫ് ലൂപ്പ് ആൻഡ് കറന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ്, you take it as positive. You take it as positive. ഇനി if loop directionും current directionും സെയിം ആണെങ്കിൽ, loop and current direction സെയിം ആണെങ്കിൽ, we take it as negative. We take it as negative. നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, ലൂപ്പ് ഡയറക്ഷനും കറന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ we take it as positive. ലൂപ്പ് ഡയറക്ഷനും കറന്റ് ഡയറക്ഷനും സെയിം ആണെങ്കിൽ we take it as negative. ഇത് റെസിസ്റ്റേഴ്സിന്റെ കേസിലുള്ള കാര്യമാണ്. റെസിസ്റ്റേഴ്സിന്റെ കേസിലാണ് സാർ ഇത് പറഞ്ഞത്. നമ്മുടെ ബാറ്ററി ഒക്കെ എടുക്കുമ്പോൾ we only consider loop direction. We only consider loop direction. അപ്പൊ ബാറ്ററി ഒക്കെ എടുക്കുമ്പോൾ we only consider the loop direction and we do not consider anything else. ഇപ്പൊ ബാറ്ററി എടുക്കുമ്പോൾ മക്കളെ we only consider the loop direction and loop direction അല്ലാതെ വേറെ ഒന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യില്ല. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എവിടെ എങ്ങനെ എഴുതുന്നത് കാണിച്ചു തരാം. ആദ്യം എന്റെ ആർബിട്രറി ലൂപ്പ്, ഇതാണ് ആർബിട്രറി ലൂപ്പ് എടുത്തത്. നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് വരയ്ക്കണമെങ്കിൽ ക്ലോക്ക് വൈസ് വരയ്ക്കാം, ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കണമെങ്കിൽ മക്കൾക്ക് ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കാം. ഒരു പ്രശ്നമില്ല, എങ്ങനെ വരച്ചാലും ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. either clockwise or anti-clockwise you can represent the loop direction. മക്കൾ ആദ്യം നോക്കുക എന്താ സംഭവിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ E1 ആണ് എടുക്കുന്നത്. അപ്പൊ എന്റെ ലൂപ്പ് പോകുന്ന രീതി ശ്രദ്ധിക്കുക. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മക്കൾ ശ്രദ്ധിക്കുക. ബാറ്ററി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു we only consider loop direction. ബാറ്ററി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു we only consider the loop direction. ലൂപ്പ് ഇങ്ങനെ ഈ പച്ച കളർ കാണിക്കുന്നത്, ഇതാണ് ലൂപ്പ് പോകുന്നത്. So loop is terminating in the negative terminal of the battery. ലൂപ്പ് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ -E1 എന്ന് എടുക്കും. ലൂപ്പ് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലാണെങ്കിൽ നമ്മൾ അവനെ -E1 എന്ന് എടുക്കും. അടുത്ത റെസിസ്റ്റൻസ് വരുമ്പോ എന്റെ ലൂപ്പ് ഇങ്ങോട്ട് കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു we take it as positive. വോൾട്ടേജ് ആണ് വേണ്ടത് അക്കോർഡിംഗ് ടു ഓംസ് ലോ I into R1, that is the voltage. Ohm's law, V is equal to IR. അത് കഴിഞ്ഞ് എന്റെ ലൂപ്പ് കറങ്ങി ഇവിടെ എത്തി. സാർ പറയുന്നു ബാറ്ററി എടുക്കുമ്പോ അല്ലെങ്കിൽ സെൽ എടുക്കുമ്പോ ലൂപ്പ് ഡയറക്ഷൻ മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കണ്ട. സോ ബാറ്ററി ഇവിടെ, സെൽ കറണ്ട് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോ എന്റെ ലൂപ്പ് ഇവിടെ എത്തുമ്പോ ഇങ്ങോട്ടാ പോകുന്നേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, എൻഡിങ് ഇൻ നെഗറ്റീവ്. അവിടെയും -E2. ഇനി വീണ്ടും റെസിസ്റ്ററിലേക്ക് പോയി. റെസിസ്റ്ററിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കറന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, റെസിസ്റ്റർ ലൂപ്പ് ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത്. റെസിസ്റ്ററിൽ ഓപ്പോസിറ്റ് വരുമ്പോ നമ്മൾ എന്തെടുക്കും മക്കളെ? ഓപ്പോസിറ്റ് വരുമ്പോ നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുന്നത്. സോ +I into R2. ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എടുക്കും I into R2.
ഇനി അടുത്ത ലൂപ്പ് ഇങ്ങോട്ട് പോകുന്നു. ലൂപ്പ് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ്. നെഗറ്റീവിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ്. എൻഡിങ് ഇൻ പോസിറ്റീവ്, അപ്പൊ അത് പ്ലസ് ആണ്. എൻഡിങ് ഇൻ പോസിറ്റീവ്, അപ്പൊ അത് പ്ലസ് ആണ്, മറക്കരുത്, ഇറ്റ് ഇസ് പ്ലസ്. ഇനി നമ്മൾ R3യിലേക്ക് കയറുന്നു. R3യിലേക്ക് കയറുമ്പോ മുകളിലേക്കാണ് കറന്റ്. ലൂപ്പ് ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങിയാ പോകുന്ന ലൂപ്പ്. കറന്റ് താഴ്ത്തോട്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാൽ പ്ലസ് എടുക്കണം. I into R3. ഇത്രയേ ഉള്ളൂ, വേറെ ആരുമില്ല ലൂപ്പില്. That is equal to 0. I repeat once again. The sum of the potential difference across the elements in a circuit is equal to 0. The sum of the potential difference across the elements in a loop is equal to 0. അപ്പൊ അത് ഞാൻ E1 എടുത്തു. ബാറ്ററി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത്, ലൂപ്പ് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. ബാറ്ററി എടുക്കുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട, ലൂപ്പ് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി ബാറ്ററി എടുക്കുമ്പോൾ. റെസിസ്റ്റേഴ്സിനെ എടുക്കുമ്പോൾ അവിടെ ലൂപ്പ് ഡയറക്ഷൻ നോക്കണം, കറന്റ് ഡയറക്ഷൻ നോക്കണം. രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ ദ വോൾട്ടേജ് വിൽ ബി ടേക്കൺ ആസ് പോസിറ്റീവ്. രണ്ടും സെയിം ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഓർത്ത് വെക്കുക. സോ നമ്മൾ ഇവിടെ ആദ്യം E1 എഴുതി. E1 എടുക്കുമ്പോൾ ലൂപ്പ് ഡയറക്ഷൻ മാത്രം എടുക്കുക. ലൂപ്പ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. എൻഡിങ് ഇൻ നെഗറ്റീവ് -E1. R1 എടുക്കുമ്പോൾ കറന്റും ലൂപ്പും ഓപ്പോസിറ്റ്, സോ I into R1. E2 എടുക്കുമ്പോൾ ലൂപ്പ് ഡയറക്ഷൻ is ending in the negative terminal. പച്ച കളർ നോക്കണം. So loop is actually ending in the negative terminal. If it is ending in the negative terminal, it will be -E2. R2 എടുക്കുമ്പോൾ ഡയറക്ഷൻ കൂടി നോക്കണം, +I R2. E3 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലൂപ്പ് മാത്രം എടുത്താൽ മതി മക്കളെ. സോ ഇവിടെ ലൂപ്പ് ഇങ്ങനെ ക്ലോക്ക് വൈസ് അങ്ങ് പോവുക. അപ്പൊ എൻഡിങ് ഇൻ ദ പോസിറ്റീവ് ടെർമിനൽ. എൻഡിങ് ഇൻ ദ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ അവിടെ പ്ലസ് E3 വരും. ഇനിയും R3 കൂടി ഉണ്ട്. അപ്പൊ +I R3 is equal to 0. ബിക്കോസ് റെസിസ്റ്റർ എടുക്കുമ്പോൾ വീണ്ടും കറന്റ് ലൂപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ +I into R3 is a condition. ഓക്കെ, ഇതാണ് നമ്മുടെ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. വലിയൊരു കൺസെപ്റ്റ് ആണ്, കോംപ്ലക്സ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. സാർ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ, ഇത് മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് മനസ്സിലായോ? Yes, sir. അന്ന? Yes, sir. Yes, sir. Sir. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ട. ഹദി, കൺഫ്യൂഷൻ ഉണ്ടോ? Yes, sir. സോ മക്കളെ, അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്തത് towards the end of the last portion, electrical measuring instruments ആണ് നമുക്ക് അറിയേണ്ടത്. Electrical measuring instruments. Electrical measuring instruments എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമാണ് നമുക്ക് മെയിൻലി ഉള്ളത്. Electrical measuring instruments. ഒന്നാമത്തെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയും. വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. റെസിസ്റ്ററിന്റെ കണക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ആണ് എടുക്കുക. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്കുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് P, ഇത് Q, ഇത് R, ഇത് S ആണെന്ന് വിചാരിച്ചോളൂ. If P by Q is equal to R by S ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് P by R equal to Q by S എന്ന് എഴുതാം. Then current through the galvanometer will be 0. അതിന്റെ അർത്ഥം ഈ മിഡിൽ ബ്രാഞ്ച് നമുക്ക് നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇതിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. So we can actually neglect this middle branch. So P by Q equal to R by S നെയാണ് നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് എ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. This is known as the balancing condition of a Wheaton's bridge. Balancing condition.
ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയാണ് ബാലൻസിങ് കണ്ടീഷൻ. ഇപ്പൊ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഇസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ബ്രാഞ്ചിലൂടെ നമ്മുടെ ഗാൽവനോമീറ്റർ ഇരിക്കുന്ന ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ഇല്ല. സപ്പോസ് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇങ്ങനെ 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 ഇങ്ങനെ, അപ്പോഴും നമ്മൾ നോക്കും ഇവിടെ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ മക്കളെ ഈ മിഡിൽ ബ്രാഞ്ച് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ മിഡിൽ ബ്രാഞ്ച് കൺസിഡർ ചെയ്തില്ല എങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെ റെഡ്യൂസ്ഡ് ആവും നോക്കിക്കേ. പിയും ക്യൂവും സീരീസ് ആണ്, ആറും എസും സീരീസ് ആണ്, പി ക്യൂവിന്റെയും ആർ എസിന്റെയും കോമ്പിനേഷൻ പാരലൽ ആണ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു. അപ്പോ നോക്കുക, വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ആൻഡ് ദ വീസ്റ്റൺസ് കൺസെപ്റ്റ് ശ്രദ്ധിച്ചു പഠിക്കുക. P by Q equal to R by S is a balancing condition. നമ്മുടെ വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മീറ്റർ ബ്രിഡ്ജ് ഇറ്റ് വർക്ക്സ് ഓൺ വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. ഇവിടെ ഐഡിയ ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള, റിപ്പീറ്റ് 1 മീറ്റർ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് എടുക്കാം, ഒരു വയറുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, മറ്റൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. പി എന്ന് വിളിക്കാം, ക്യൂ എന്ന് വിളിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ അറിയില്ലായിരിക്കാം. നടുക്കത്ത് ഞാൻ ഗാൽവനോമീറ്റർ എടുത്തു, ഇവനെ ഒരു ജോക്കിയിലേക്ക് കണക്ട് ചെയ്തു, വിളിക്കുന്നത് ജോക്കി. When I move this jockey along the length of a wire, I observe that at a particular point the galvanometer shows no deflection. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിംഗ് പോയിന്റ്. ആൻഡ് ആ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിംഗ് ലെങ്ത്. So when you move your jockey along the length of the wire, at a particular point the galvanometer shows no deflection. ആ പോയിന്റിനെ നമ്മൾ ബാലൻസിംഗ് ലെങ്ത് എന്ന് വിളിക്കും. ആ ലെങ്തിനെ നമ്മൾ ബാലൻസിംഗ് ലെങ്ത് എന്ന് വിളിക്കും. ആ പോയിന്റിനെ ബാലൻസിംഗ് പോയിന്റ് എന്ന് വിളിക്കും. At the balancing point, we can apply Weissen's principle. P by Q will be equal to L by 100 minus L. നമ്മൾ ആക്ച്വലി എടുക്കുന്നത് ഈ L എന്ന ലെങ്തിന്റെ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ 100 മൈനസ് L എന്ന പോർഷന്റെ റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ മുകളിൽ താഴെ കോമൺ ഫാക്ടർ താണ്ടെ ഇവിടെ വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. മക്കൾ ഓർത്ത് വെക്കേണ്ട ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. L is the balancing length. ഒരു കാര്യം കൂടി ഓർക്കുക, എല്ല് ഞാൻ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എല്ല് മാർക്ക് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോഴും അവർ ചിലപ്പോൾ പറയും ഫ്രം ദ ലെഫ്റ്റ്, അല്ലെങ്കിൽ പറയും ഫ്രം ദ റൈറ്റ്. ഫ്രം ദ റൈറ്റ് എന്ന് പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാണോ? അല്ല. ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് 100 മൈനസ് എൽ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കണം, അത് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ ബാലൻസിംഗ് ലെങ്ത് എടുക്കാറ്. റിപ്പീറ്റ് വൺസ് അഗൈൻ മക്കളെ, ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ ബാലൻസിംഗ് ലെങ്ത് നോർമലി എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് അത് ബേസ് ചെയ്താണ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. റൈറ്റിൽ നിന്ന് എടുത്താൽ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് ലെഫ്റ്റിൽ നിന്ന് എടുത്ത് ഇക്വേഷൻ എഴുതുന്നു. പരീക്ഷയ്ക്ക് സപ്പോസ് നിങ്ങളുടെ റൈറ്റിൽ നിന്നാണ് എന്ന് അവർ പറഞ്ഞാൽ അവർ നിങ്ങൾ എന്താണ് 100 മൈനസ് എൽ ആണ് ആക്ച്വലി അവർ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദേ ആർ ആക്ച്വലി ഗിവൻ യു 100 മൈനസ് എൽ ഫ്രം ദ റൈറ്റ്, അല്ലാതെ എൽ അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. So that point is very important. We have to remember that point. Okay. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പോ അതൊന്ന് ഓർത്ത് വെച്ചോട്ടോ മക്കള്. വെരി വെരി ഇമ്പോർട്ടന്റ്. മീറ്റർ ബ്രിഡ്ജ്. മൂന്നാമത്തത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐഡിയൽ വോൾട്ട് മീറ്റർ എന്നാണ് പറയുന്നത്. ഐഡിയൽ വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യോമീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ അടുത്ത് ഒരു 5 to 10 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒരു വയർ ഉണ്ട് പൊട്ടൻഷ്യോമീറ്ററിൽ. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒരു ബേസ് ഫിഗർ സാർ വരയ്ക്കാം. ഒരു ബാറ്ററി ഇവിടെ ഉണ്ട്, ഒരു ബേസ് ഫിഗർ വരയ്ക്കുന്നത്, ഒരു റിയോസ്റ്റാറ്റും ഒരു കീയും കാര്യങ്ങളൊക്കെ വരയ്ക്കാം നമുക്ക്. ഓക്കെ, എന്തൊക്കെ വേണം അതൊക്കെ വരയ്ക്കാം. ഈ താഴെയുള്ള സർക്യൂട്ടിനെ ഞാൻ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും.
ഇവിടെ എ മുതൽ ബി വരെയാണ് വയർ എടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി ഇതിങ്ങനെ വളഞ്ഞ് എനിക്ക് വരയില്ല. കാരണം 5 മുതൽ 10 മീറ്റർ വരെ ലെങ്ത് ഉണ്ട്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ടാവും. This battery will be connected to a galvanometer. ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. And this is again a jockey. This is my E and this is my V0. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് the voltage, the E is proportional to the length. The voltage across the terminals will be corresponding to the length. Length എന്ന് പറഞ്ഞാൽ അവന്റെ ബാലൻസിങ് ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Because when I move my jockey along the length of the wire, I get that at a particular point, galvanometer shows zero deflection. ഏത് പോയിന്റിലാണോ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ആ ലെങ്തിനെയാണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇ അല്ലെങ്കിൽ വി ഓർ വാട്ട് എവർ യു ഗോണ റൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ. ഇതാണ് ബാലൻസിങ് കണ്ടീഷൻ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ബാലൻസിങ് കണ്ടീഷൻ അല്ല, ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, രണ്ട് യൂസസ് അതിനുള്ളത്. കമ്പയറിംഗ് ദ ഇ എം എഫ് ഓഫ് ദ സെൽസ്. രണ്ട് സെല്ലിന്റെ ഇ എം എഫ് കമ്പയർ ചെയ്യാൻ. അപ്പൊ രണ്ട് സെല്ലിന്റെ ഇ എം എഫ് കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആദ്യം ഞാൻ ഇവിടെ ഈ സ്ലോട്ടിൽ E1 കണക്ട് ചെയ്യും. ഞാൻ ആദ്യം ഈ സ്ലോട്ടിൽ എന്ത് കണക്ട് ചെയ്യും? E1 കണക്ട് ചെയ്യും. ഈ സ്ലോട്ടിൽ ഞാൻ ആദ്യം E1 കണക്ട് ചെയ്യും. അപ്പൊ എനിക്കൊരു ബാലൻസിങ് ലെങ്ത് L1 എന്ന് കിട്ടും. പിന്നെ ഞാൻ E1 അവിടെ നിന്ന് മാറ്റി ഞാൻ അവിടെ E2 കണക്ട് ചെയ്യും. അപ്പൊ എനിക്കൊരു ബാലൻസിങ് ലെങ്ത് L2 എന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് ടേക്ക് ദ റേഷ്യോ E1 by E2 is equal to L1 by L2. I'm just taking the ratio now. E1 by E2 is equal to L1 by L2. So that's how I write it finally. E1 by E2 is equal to L1 by L2. Okay. Comparing the EMF. ഇനി ഒരു ഉപയോഗം കൂടിയുണ്ട് ഇവനെ കൊണ്ട്. To find the internal resistance of a cell. ഒരു സെല്ലിന്റെ അൺനോൺ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമുക്ക് ഇവനെ യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇത് ക്യാപിറ്റൽ ആർ, ഞാനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇവിടെ ഒരു സ്മോൾ ആർ ഇന്റേണൽ ഉണ്ട്. ഞാൻ പട്ടിക്കുട്ടി കിടന്ന് കരയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അവൻ എന്തൊക്കെയോ പറയുന്നത്, എന്താ പറയുന്നത് അവനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഓക്കെ. സോ മക്കളെ, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ, ഇത് ക്യാപിറ്റൽ ആർ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ കുറച്ച് ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു കാര്യം കൂടി കിട്ടും. The internal resistance is equal to R into L1 by L2 minus 1. Internal resistance of a cell. അപ്പൊ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് we can compare the EM of a cell. അതുപോലെ we can find the internal resistance of a cell also. Internal resistance നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. Okay, we can find the internal resistance of a cell also using this concept. ഇനി ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ മക്കളെ. നമ്മള് പവറിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. പവർ ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് ആൻഡ് എവറിത്തിങ്. ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് I²RT എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് V²/R/T എന്ന് എഴുതാം. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, മറക്കരുത്. അല്ലെങ്കിൽ VIT എന്ന് എഴുതാം. പവർ എഴുതുമ്പോൾ ടൈം ഉണ്ടാകില്ല, കാരണം എനർജി ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. സോ പവർ ഇസ് ഈക്വൽ ടു I²R അല്ലെങ്കിൽ V²/R അല്ലെങ്കിൽ VI. ഒരു കാര്യം ഓർക്കുക, ഇതിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ ആണോ യൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടേം ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഒന്നല്ലെങ്കിൽ I അല്ലെങ്കിൽ R, ഒന്നല്ലെങ്കിൽ V അല്ലെങ്കിൽ R അല്ലെങ്കിൽ V അല്ലെങ്കിൽ I. അങ്ങനെ വേണം ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യാൻ. അതായത് V എനിക്ക് അറിയത്തില്ല, I അറിയത്തില്ലെങ്കിൽ പവർ ഈക്വൽ ടു VI ചൂസ് ചെയ്യരുത് കേട്ടോ. സോ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി രണ്ട് ബൾബ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത ഇതിന്റെ പവർ എന്താണ്? മക്കൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, രണ്ട് ബൾബിനെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്താൽ പവർ എപ്പോഴും ഇൻ ജനറൽ P1 പ്ലസ് P2 ആണ്. സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും പവർ എപ്പോഴും P1 പ്ലസ് P2 ആണ്. റേറ്റഡ് പവർ ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ പക്ഷെ ഇക്വേഷൻ മാറും. റേറ്റഡ് പവർ ബേസ് ചെയ്ത്. അപ്പൊ ഇവനൊരു റേറ്റഡ് പവർ ഉണ്ട് P1 ഇവനൊരു റേറ്റഡ് പവർ ഉണ്ട് P2. ഇവന് P1 ഇവനും P2. അപ്പൊ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ മക്കളെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/P റേറ്റഡ് പവർ ആണ് കേട്ടോ. റേറ്റഡ് പവർ വെച്ച് എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. 1/P 1/P1 പ്ലസ് 1/P2.
മക്കൾ ഓർക്കണം, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. നമ്മൾ സർക്യൂട്ടിൽ ഈ ബൾബിനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പവർ ബേസ് ചെയ്താണ് സാർ ഇത് എഴുതിയിട്ടുള്ളത്. നമുക്കിങ്ങനെ പി ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇത് ബേസ് ചെയ്താണ് റേറ്റഡ് പവർ ബേസ് ചെയ്തുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുക. ഇനി അതുപോലെ ഇത് പാരലൽ ആണ് മക്കളെ. അപ്പൊ റേറ്റഡ് പവർ ബേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ P is equal to P1 dash plus P2 dash എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. Okay, if you can remember these equations, please remember that also. It also is of importance. Okay, അപ്പോൾ ഇൻ ജനറൽ മക്കൾ ഓർക്കുക, പവർ നമ്മൾ എപ്പോഴും ബുക്കുകളിൽ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മാറിപ്പോരുത്. പവർ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് P1 plus P2 എന്നാ പറയുന്നത്. അത് സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും. പക്ഷെ അതെന്താണ്, ആ സർക്യൂട്ടിൽ അവന്മാരെ കണക്ട് ചെയ്യുമ്പോൾ അവന്മാർക്ക് എക്രോസ് വരുന്ന പവർ, ഈ സർക്യൂട്ടിൽ ഇവന്മാരെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവന്മാർക്ക് എക്രോസ് വരുന്ന പവർ, അതിനെയാണ് ഞാൻ റേറ്റഡ് പവർ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സർക്യൂട്ടിൽ ഇവന്മാരെ കണക്ട് ചെയ്യുമ്പോൾ അവൻ എക്രോസ് വരുന്ന പവറിനെ റേറ്റഡ് പവർ എന്നല്ല വിളിക്കുന്നത്. സർക്യൂട്ടിൽ അവന്മാരെ കണക്ട് ചെയ്യുമ്പോൾ അവന്മാർക്ക് എക്രോസ് വരുന്ന പവറിനെ P1 P2 എന്നാണ് സാർ വിളിച്ചത്. റേറ്റഡ് പവറിനെ P1 dash P2 dash. റേറ്റഡ് പവർ എന്ന് വെച്ചാൽ ഒരു ഡിവൈസ് എടുക്കുമ്പോൾ അവനൊരു റേറ്റഡ് വോൾട്ടേജ് ഉണ്ടാകും, റേറ്റഡ് ഒരു പവറും ഉണ്ടാകും. അതാണ് സാർ എഴുതിയിരിക്കുന്നത്. സീരീസ് ആണെങ്കിൽ 1/P is equal to 1/P1 dash plus 1/P2 dash എന്ന് എഴുതാം. പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇത് എഴുതാം. ഓക്കെ, റേറ്റഡ് പവർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇച്ചിരി വലിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തു നമ്മുടെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ. We took some extra time to explain all the equations and everything because it is a teeny bit of lengthy chapter. Okay, നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്. Alright, okay, so question number 1 ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. The flow of, ശ്രദ്ധിച്ചോളണം എല്ലാവരും, the flow of 10 raised to 7 electrons per second in a conducting wire constitutes a current of. The flow of 10 raised to 7 electrons എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എത്ര ഇലക്ട്രോൺസ്? 10 raised to 7 electrons. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ തന്നിട്ടുള്ളത് 10 raised to 7 ആണ് പെർ സെക്കൻഡ്. അപ്പൊ ടൈം അറിയാം, 1 സെക്കൻഡ് ആണ്. Will constitute a current of. കറണ്ട് കണ്ടുപിടിക്കണം. I is equal to എന്താ മക്കളെ? Q by T അല്ലേ നമ്മുടെ ഫോർമുല. ഇവിടെ Q എന്ന് പറയുമ്പോൾ NE by T എന്ന് നമുക്ക് എഴുതാം. N എന്ന് പറഞ്ഞാൽ ഇവിടെ 10 raised to 7 ആണ്. The charge of an electron 1.6 into 10 raised to minus 19 ആണ്. By the time is 1 second. So this is going to be 1.6 into 10 raised to 7 ഉം minus 19 വരുമ്പോൾ minus 19 plus 7, that will be minus 12. 1.6 into 10 raised to minus 12 ampere is the answer. അപ്പൊ ഇത് കീമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സംഭവമാണിത്. ഇത് നീറ്റിന് വന്നൊരു ക്വസ്റ്റൻ ആണെങ്കിലും കീമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഐഡിയ ആണ്. 10 raised to 7 electrons per second in a conducting wire constitutes a current of. Okay, it's an important idea. Please note this. അപ്പൊ I is equal to Q by T ആണ്, which is equal to NE by T ആണ്. So that is the corresponding value. Okay, മക്കളെ ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? Say yes or no. Keep clear. Yes, sir. Yes, sir. Okay, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Resistance of a wire is R ohm. It is melted and stretched to n times its original length. Its new resistance will be. അപ്പൊ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് R ohm എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ L by A ആണ് നമ്മുടെ ഫോർമുല. അവരിപ്പോ എന്താ ചെയ്തത്? ആ വയറിനെ മെൽറ്റ് ചെയ്തു ആൻഡ് n ടൈംസ് സ്ട്രെച്ച് ചെയ്തു ലെങ്ത്. അപ്പൊ ലെങ്ത് മാറുമ്പോ മക്കളെ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഞാൻ എടുത്ത അതേ റെസിസ്റ്റൻസ് വയറാണ് വീണ്ടും ഞാൻ എടുത്ത് മെൽറ്റ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഉള്ള വോളിയം സെയിം ആണ്. വോളിയം ഓഫ് ദി എലമെന്റ് സെയിം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻടു ദ ലെങ്ത് ആണ് വോളിയം. വോളിയം രണ്ട് കേസിലും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, A1 L1, V എന്ന് പറയുമ്പോൾ A2 L2. രണ്ട് കേസിലും ഞാൻ V എന്ന് എഴുതിയത് കാരണം വോളിയം രണ്ട് കേസിലും മാറുന്നില്ല. ആൻഡ് വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻടു ദ ലെങ്ത്.
രണ്ടും റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് A1L1 is equal to A2L2 എന്ന് കിട്ടും. അപ്പൊ പുതിയ ഏരിയ എന്താണ്? A2 ലെങ്ത് n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെച്ച് ചെയ്തത്. സോ A1L1 is equal to A2 into n times its original length. Fine. ഈ L1 ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് A2 is equal to A1 by n എന്ന് കിട്ടി. A2 കിട്ടി. മെറ്റീരിയൽ അവർ മാറ്റുന്നില്ല, സെയിം മെറ്റീരിയൽ ആണ് രണ്ട് കേസും. അപ്പൊ റോ സെയിം ആണ്. അപ്പൊ മക്കളെ നമുക്ക് ഇങ്ങനെ എഴുതാം, R1 equal to rho into L1 by A1, R2 is equal to rho into L2 by A2. രണ്ടിന്റെ റേഷ്യോ എടുക്കണം നമുക്ക് R2 ആണ് വേണ്ടത്. അപ്പൊ R2 by R1 എന്ന് പറയുമ്പോൾ rho into L2 by A2 by rho into L1 by A1. എല്ലാ ടേംസും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. rho into L2 എന്ന് പറയുന്നത് എന്താണ്? L2 ക്വസ്റ്റനിൽ പറയുന്നു L2 is equal to n times the original length. അപ്പൊ n L1 ആണ്. A2 എന്ന് പറയുന്നത് ഇവിടെ കിട്ടി, A1 by n ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. A1 by n by rho into L1 by A1. സെയിം ടേംസ് ഇപ്പൊ ക്യാൻസൽ ആയി പോവും. റോ L1 A1 L1 A1 ക്യാൻസൽ ആയി പോയി. ബാക്കി വരുന്നത് ഇവിടെ 1 by n ആ വരുന്നത് ഡിനോമിനേറ്ററിൽ. ഇവിടെ 1 by n കണ്ടോ? n മുകളിലേക്ക് വരുമ്പോ n സ്ക്വയർ എന്ന് വരും. സോ R2 will be equal to n square R1. ഇനീഷ്യൽ റെസിസ്റ്റൻസ് R എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ R2 equal to n square R. ഓപ്ഷൻ B is the right answer for the question. അപ്പൊ മക്കളെ ഇവിടെ ഞാൻ എടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ റെസിസ്റ്റൻസ് അവിടെ മാറുന്നുണ്ട്, കാരണം ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറും. ഒരു വയറിനെ പിടിച്ച് വലിച്ചു നീട്ടുമ്പോ സ്വാഭാവികമായിട്ടും അവന്റെ ഏരിയ കൂടി മാറിയിരിക്കും. ഇനി അവിടെ യൂസ് ചെയ്ത മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ വോളിയം സെയിം ആണ് രണ്ട് കേസിലും, ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും. കാരണം സെയിം വയർ തന്നെയാണ് നമ്മൾ എടുത്ത് എന്ത് ചെയ്തത്? സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടിയത് സെയിം വയർ തന്നെയാണ്. അപ്പൊ വോളിയം രണ്ട് കേസിലും സെയിം ആയിരിക്കും. ആ ഐഡിയ യൂസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. വോളിയം സെയിം ആണ്, അങ്ങനെ ഏരിയയിലുള്ള ചേഞ്ച് കണ്ടുപിടിച്ചു, അതിനുശേഷം റെസിസ്റ്റൻസിന്റെ റേഷ്യോ എടുത്തു, ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഫൈനൽ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. മക്കൾക്ക് മനസ്സിലായത്? സർ പറഹതി ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അങ്ങനെ ഉണ്ടോ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണാലിറ്റി ഇട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അത് ഡയറക്ട്ലി ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഡയറക്ട്ലി റോയൽ ബൈ 2 എഴുതാം, ഒരു പ്രോബ്ലം ഇല്ല. ഡയറക്ട്ലി കോൺസെപ്റ്റ് ഉപയോഗിച്ച് എഴുതാം, അത്ര സമയം നമുക്ക് ലാഭിക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആയതുകൊണ്ട് സാർ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഈക്വൽ ടു റേഷ്യോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് പടപടയെന്ന് ചെയ്തു പോകാം കേട്ടോ. ഓക്കെ ഹരി, മക്കൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും? ഉറങ്ങിപ്പോയാ? റൗഫ എവിടെ? റൗഫനെ കാണുന്നില്ല. വിശ്വ അവിടെ ഉണ്ടോ? വിശ്വ ആദ്യം ഇവിടെ പോയി ചാടിക്കാൻ പോയോ? റൗഫ, നിങ്ങൾ എല്ലാരും വീഡിയോ ഓഫ് ചെയ്തിരുന്നത് ഒന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ മറ്റേ സ്ക്രീനിൽ ആയതുകൊണ്ട് സാർ ഒന്നും പറയാത്തതാ. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് സാർ വിശ്വസിക്കുന്നു. അന്ന അവിടെ ഉണ്ടോ? എനിക്ക് മനസ്സിലായി മോളെ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. തേർഡ് വൺ, 10th one. A charged particle having drift velocity 7.5 into 10 raised to minus 4. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിയാം, VD നമുക്കറിയാം. 7.5 into 10 raised to minus 4 ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇൻ an electric field of 3 into 10 raised to minus 10 as a mobility ആണ് ചോദിക്കുന്നത്. മൊബിലിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു? mu equal to magnitude of the drift velocity
by the electric field. അപ്പോൾ 7.5 into 10 raised to minus 4 divided by 3 into 10 raised to minus 10 വരും. ഓക്കെ, നമ്മൾ റേഷ്യോ എടുത്ത് ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ എന്ത് വരും? ഇത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 7.5/3 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 2.5. സോ ഇവിടെ 10 raised to minus 6 ബാക്കി മുകളിലേക്ക് വരും. സോ 2.5 into 10 raised to 6 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ mu is equal to 2.5 into 10 raised to 6. Option B ആണ് ആൻസർ. ഇറ്റ്സ് എ പക്ക സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഈ ക്വസ്റ്റിന് ആൻസർ മക്കളൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. ട്രൈ ടു ഫൈൻഡ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. എന്തായി മക്കളെ, കിട്ടിയോ? ഓക്കെ, Yes, sir. വാട്ട് ഇസ് ദി ആൻസർ? ഓപ്ഷൻ C. ഓക്കെ, നമുക്ക് നോക്കാം. യെല്ലോ, വയലറ്റ്, ബ്രൗൺ, ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ എന്തായാലും 5% ആണ് ടോളറൻസ്. അപ്പോ ഓപ്ഷൻ ബി അല്ല ആൻസർ. ഇനി യെല്ലോ, ബ്ലാക്കി, ബ്രൗൺ, ROY അഞ്ചാമത്തെ ഫിംഗർ. അപ്പൊ 4 ആണ് സ്റ്റാർട്ട്. അതും എല്ലായിടത്തും സെയിം ആണ്. രണ്ടാമത്തത് 7 ആണ്, അതിനും ഒരു സംശയമില്ല. അപ്പോ 4ഉം 7ഉം ഇത് രണ്ടും പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ. അതെന്തായാലും 4ഉം 7 ആണ്. ബ്രൗൺ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 47 എന്ന് വരും ഓൾറെഡി. ഇനി ബ്രൗൺ, ബ്ലാക്കി, ബ്രൗൺ. സെക്കൻഡ് ഫിംഗർ നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 ഇത് 10 raised to 1 ആണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? 47 into 10 raised to 1 plus or minus 5%. That will be 47 plus or minus 5%. അപ്പൊ ഓപ്ഷൻ സി അല്ല ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? 470 ആണ് ആൻസർ. യെല്ലോ, ബ്ലാക്കി, ബ്രൗൺ, റോയ്. 4ഉം 7ഉം വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ബ്രൗൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്ലാക്കി, ബ്രൗൺ. ബ്രൗൺ ഇത് സെക്കൻഡ് ഫിംഗർ. മക്കൾ മിക്കവാറും രണ്ടാമത്തെ ഫിംഗർ വന്നപ്പോ 10 raised to 2 എന്നിട്ട് കൊടുത്തതാണ്. 10 raised to 2 എന്നൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. 10 raised to 2 അല്ല. 10 raised to 2 അല്ല വരുന്നത്. 10 raised to 1 ആണ്. ബ്ലാക്കി, ബ്രൗൺ. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഫിംഗർ വരുമ്പോ അവിടെ എന്താ വരുന്നത്? 10 raised to 1 ആണ് ഫാക്ടർ. അപ്പോ ആൻസർ 470. മനസ്സിലായോ മക്കളെ? Option A. യെസ്, ഓപ്ഷൻ എ എങ്ങനെയാവുന്നത്? കിലോ ഓം വരുന്നത് എങ്ങനെയാ? കിലോ വരുന്നില്ലല്ലോ. കിലോ എന്ന് വെച്ചാൽ 10 raised to 3 വരണം. 10 raised to 3 വരണം. അങ്ങനെ ഒരു ഫാക്ടർ വരുന്നില്ലല്ലോ നമുക്ക്. അപ്പൊ എങ്ങനെയാ ഓപ്ഷൻ എ ആവുന്നത്? മനസ്സിലായോ? Yes, sir. നമുക്ക് ആകെ 10 raised to 1 ഉള്ളൂ. അപ്പൊ 470 ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്, വേറെ ഓപ്ഷൻസ് ഇല്ല. ക്ലിയർ ഫോർ എവരിവൺ? ഒന്നുകൂടെ പറയണോ? വേഗം പറ, ഒന്നുകൂടെ പറയണോ? വേണ്ട സർ. മനസ്സിലായി സർ. Okay. Moving on to the next one. Two cities are 150 kilometers apart. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ നിങ്ങൾ എല്ലാവരും. പെട്ടെന്ന് വായിച്ചു നോക്കി ഈ ക്വസ്റ്റ്യൻ.
Two cities are 115 kilometers apart. Electric power is sent from one city to another city through copper wires. The fall of potential per kilometer is 8 volt and the average resistance per kilometer is 0.5 ohm. The power loss ആണ് വേണ്ടത്. അപ്പോൾ പവർ ലോസ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ V²/R ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പെർ കിലോമീറ്റർ പൊട്ടൻഷ്യൽ 8 വോൾട്ട് ആണ്. ടോട്ടൽ 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് വരും 150 into 8 വരും. ഓക്കെ, ഇനി അവര് പറയുന്നുണ്ട് റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ 0.5 ഓം ആണ്. 150 കിലോമീറ്റർ ഉണ്ട് അല്ലെ? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വരും? ദ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 150 into 0.5. 150 into 0.5 അതായിരിക്കും നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ വി കിട്ടി, ആർ കിട്ടി. ഇനി മക്കൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് അപ് ടു യു. യു ക്യാൻ ഫൈൻഡ് ദി ആൻസർ. ഇത്രയുള്ള ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. പൊട്ടൻഷ്യൽ പെർ കിലോമീറ്റർ 8 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ 0.5 ഓം ആണ്. So based on that, we can get to the answer. Total resistance ഉം total voltage നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ മക്കളെ? Is it clear? Yes, sir. ഇത് കംപ്ലീറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വെക്കണം കേട്ടോ. The next question. If power dissipated in the 9 ohm resistor in the circuit is shown in the circuit shown as 36 watt, the potential difference across the 2 ohm resistor is 2 ohmന് across ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ. എങ്ങനെ ചെയ്യാം? 9 ohmൽ വരുന്ന പവർ അവർ പറയുന്നുണ്ട് 36 വാട്ട് ആണ്. ഓക്കെ, 9 ohmൽ വരുന്ന പവർ 36 വാട്ട് ആണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 ohmന് അക്രോസ് വരുന്ന വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 9 ohmന് അക്രോസ് വരുന്ന വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പവർ അല്ലേ തന്നിട്ടുള്ളത്, അപ്പൊ വോൾട്ടേജ് കണ്ടുപിടിക്കാം. പവർ ഇസ് ഈക്വൽ ടു, വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? പവർ അറിയാമെങ്കിൽ V²/R. So voltage square is equal to power into R ആണ്. That is 36 into 9. Excuse me. അപ്പോൾ V is equal to square root of this. അപ്പോൾ മക്കളെ 6 into 3 എന്ന് വരും. That is corresponding to 18. 6 into 3 ആണ് വരുന്നത് and that is corresponding to 18. Okay. Now വോൾട്ടേജ് കിട്ടി. ആരുടെ അക്രോസ് ഉള്ളത്? തന്റെ ഇവന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, വോൾട്ടേജ് നമുക്ക് കിട്ടിയല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് വി ഹാവ് ടു ഡു ഇസ്, എനിക്ക് വേണ്ടത് 2 ohmന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. 2 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ 36 എന്ന വോൾട്ടേജ് എനിക്ക് കിട്ടിയാൽ, 18 എന്ന വോൾട്ടേജ് എനിക്ക് കിട്ടിയാൽ മക്കൾ മനസ്സിലാക്കണം 9ന്റെയും 6ന്റെയും അക്രോസ് വരുന്നത് 18 ആണ്. 9ന്റെയും 6ന്റെയും അക്രോസ് വരുന്നത് 18 ആണ്. 9ഉം 6ഉം രണ്ട് റെസിസ്റ്റേഴ്സിന് പാരലൽ ആണ്. അപ്പൊ അവരുടെ ഈക്വലന്റ് എന്ന് പറയുന്നത് R1 R2 by R1 plus R2 ഫോർമുലയാണ്. ഓക്കെ, R1 R2 by R1 plus R2 ഫോർമുലയാണ് അവരുടെ ഈക്വലന്റ്. അപ്പൊ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു 9 into 6 by 9 plus 6. 9 plus 6 15 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 5 18 by 5 എന്ന് കിട്ടും ഈക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ എനിക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് അറിയാം, എനിക്ക് വോൾട്ടേജും അറിയാം. ഇവരുടെ അക്രോസ് ഉള്ള വോൾട്ടേജും അറിയാം, ഇവരുടെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസും അറിയാം. സോ വി ക്യാൻ ഫൈൻഡ് ദ കറന്റ്. വി ക്യാൻ ഫൈൻഡ് ദ കറന്റ്. സോ I is equal to V/R ആണ്. സോ V എന്ന് പറഞ്ഞാൽ 18 ആണ്, R എന്ന് പറഞ്ഞാൽ 18/5 ആണ്. സോ 18 ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് 5 ആംപിയർ ആണ് കിട്ടുന്നത് കറന്റ് ആയിട്ട്. സോ വി ഗോട്ട് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്. മക്കളെ, ഈ സർക്യൂട്ടിലുള്ള കറന്റ് 5 ആംപിയർ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ 2 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്.
V is equal to IR formula, that is equal to 5 into the resistance, that is 2 ohm, which is 10 volt. അതാണ് കിട്ടുന്നത് 5 into 2, that is the value which we are getting. Okay, മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓൾറൈറ്റ്, അപ്പോ ഇത്രയും നമ്മൾ നിർത്തുന്നു. ഞാനൊരു ഹാഫ് ആൻ അവർ സെഷൻ കൂടി എടുക്കും രാത്രി, സോ ദാറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഹാഫ് ആൻ അവർ സെഷൻ ഇപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി എടുത്താൽ നമുക്ക് ആകെ ബോറടിച്ച് പണ്ടാറിനെ ഓൾറെഡി ബോറടിച്ച് ആകെ ഇരിക്കുകയാണോ. ഓക്കെ മക്കളെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ ഫോർ നൗ.